ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ +2 റിസൾട്ടൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ +2 കഴിഞ്ഞവർക്ക് ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും, എന്ത് കോഴ്സിന് ചേരണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമല്ലോ, ഇന്ന കോഴ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും +2 പഠിച്ചിരുന്ന സമയത്ത് യൂട്യൂബിനെ ആശ്രയിച്ചിട്ടാണ് ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയ കോഴ്സൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് അല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്, കറൻ്റ്ലി വർക്കിംഗ് ആണ്. ഞാൻ പഠിച്ച കോഴ്സ് BPT ആണ് കേട്ടോ, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. അപ്പോൾ ആ കോഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ BPT കോഴ്സ് തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഏത് കോഴ്സിന് ചേരും അങ്ങനെയൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനടിച്ച് ആകെ വെപ്രാളടിച്ച് നടക്കുന്ന സമയമായിരുന്നു. റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ, ഇനിയിപ്പോൾ എന്തിനു ചേരും, അഡ്മിഷൻ ഫില്ലാവോ, ഒന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന കോഴ്സിന് പോകണമെന്ന്. പക്ഷെ എനിക്ക് ആദ്യം തൊട്ടുള്ള ആഗ്രഹം ടീച്ചറാവണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടീച്ചർ എന്നുള്ള ഇതായിരുന്നു മനസ്സിൽ. പക്ഷെ പതുക്കെ അതൊക്കെ മാറി തുടങ്ങുമല്ലോ. എനിക്കങ്ങനെ മാറി തുടങ്ങിയൊന്നുമില്ല, എനിക്കിപ്പോഴും സ്റ്റിൽ ടീച്ചിങ് ഫീൽഡ് എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു. ഞാൻ +2 സയൻസാണ് എടുത്തത്, ബയോമാക്സാണ് എടുത്തത്. അപ്പോൾ ആ സമയത്ത് കുറേ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻജിനീയറിങ്ങും അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ വന്നിരുന്നു. ആദ്യം ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത്, ഓക്കെ എനിക്ക് +2 കഴിഞ്ഞിട്ട് നീറ്റ് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് MBBS അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നോക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ പലരുടെയും ഒരു എക്സ്പീരിയൻസ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്കൊരു ടെൻഷനായി തുടങ്ങി. എനിക്ക് 1 ഇയർ 2 ഇയർ 3 ഇയർ ഒക്കെ വേസ്റ്റാക്കി എനിക്ക് നീറ്റ് എഴുതണോ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി. പിന്നെ അതിനേക്കാൾ വലിയൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബ്ലഡ് സർജറി കാണൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിട്ടുള്ളതാണ്. ഇഞ്ചക്ഷൻ വയ്ക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്താൽ എനിക്ക് തോന്നാനുള്ള അത്ര വലിയ യൂസ്ഫുള്ളായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതും ഒരു റീസൺ ആയിരുന്നു എനിക്ക് MBBS അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളത്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് ഡോക്ടർ പ്രിഫിക്സ് വേണം, എൻ്റെ പേരിൻ്റെ ഫ്രണ്ടിലൊരു ഡോക്ടർ എന്നുള്ളൊരു നെയിം വേണം, ആ ഒരു ടാഗ് വേണം എന്നൊക്കെ എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു, BDS, ഡെൻ്റൽ സർജൻ്റ്. അപ്പോൾ അതിനോട് എനിക്കെന്തോ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തും ബ്ലഡും കാര്യങ്ങളും ഇഞ്ചക്ഷൻ സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. പിന്നത്തെ ഒരു ഓപ്ഷനാണ്, ഞാൻ ആ സമയത്ത് എനിക്ക് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ കോഴ്സുകളെ പറ്റി ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നഴ്സിംഗ് ആയി പഠിക്കാൻ പോണേ, എൻ്റെ ചേച്ചി പഠിച്ച കോളേജിൽ തന്നെ ഞാൻ അഡ്മിഷൻ എടുക്കും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു, ബാംഗ്ലൂരാണെന്നും പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച്, അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കോഴ്സുകളെ പറ്റിയൊക്കെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചും വിളിച്ചൊക്കെ ഇങ്ങനെ കോളേജിൽ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എൻജിനീയറിങ്ങിന് പോകാമെന്ന് വരെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതൊക്കെ പലരും ചിരി വരിക, എനിക്കൊന്നും എന്നെ ഒരു എൻജിനീയറായിട്ട് കണക്കൂട്ടാനേ പറ്റില്ല, കാരണം എനിക്കതിനുള്ള കഴിവില്ല. അതാണ് വേറെ കാര്യം. എനിക്ക് മെഡിക്കലി എന്തെങ്കിലും പഠിക്കാനായിരുന്നു താല്പര്യം. എന്നിരുന്നാൽ പോലും ആ ടൈമിൽ ആ ഒരു പേടിയും ടെൻഷൻ, എന്തെടുക്കും എന്നൊരു ടെൻഷനും കാരണം കൊണ്ട് ഞാൻ എൻജിനീയറിങ് വരെ ട്രൈ ചെയ്യാൻ കോളേജിലൊക്കെ വിളിച്ച് ചോദിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സമയത്തൊക്കെ എൻ്റെ ഫോണിൽ എന്തൊരു സാറിൻ്റെ നെയിമൊക്കെ സേവ്ഡ് ആയിരുന്നു. പുള്ളിക്കാരൻ കുറേ കോഴ്സിനെ പറ്റി കുറേ ട്രൈ ചെയ്തു എനിക്ക് BTechന് അവിടെ ആളുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കങ്ങോട്ട് മനസ്സുകൊണ്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞില്ല, അപ്പോൾ ആ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, എൻ്റെ ചേച്ചി, അങ്ങനെ ഞങ്ങൾ കാഷ്വലി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തിനാ പോകേണ്ടതെന്ന് അറിയില്ല, ആകെ ടെൻഷനാണ്, എന്തിനാപ്പോൾ ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറച്ച് കോഴ്സുകളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി, അപ്പോൾ ഇങ്ങനെ ഫിസിയോതെറാപ്പിയുടെ ഒക്കെ കണ്ടു, പക്ഷെ എനിക്കറിയില്ല ഏത് കോളേജാണ് നല്ലത് എന്നൊക്കെ. അപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത്, അവളുടെ ചേച്ചി ഫിസിയോതെറാപ്പി കഴിഞ്ഞതാണ്, ആളും ബാംഗ്ലൂരാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇത്ര നാൾ ഞങ്ങൾ സംസാരിക്കും, നല്ല പരിചയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കറിയില്ലായിരുന്നു ആ ചേച്ചി ഫിസിയോതെറാപ്പിയാണ് പഠിച്ചേക്കണത്, അതായത് എൻ്റെ ആ ഫ്രണ്ടിൻ്റെ ചേച്ചി ഫിസിയോതെറാപ്പിയാണ് പഠിച്ചേക്കണത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവളുടെ ചേച്ചി വീട്ടിലുണ്ടായിരുന്നു, ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ അടുത്ത് ഞാൻ കോളിൽ സംസാരിച്ചു, ആളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിറ്റേ ദിവസം തന്നെ നമ്മൾ കാശ് കൊടുത്തിട്ട് സീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫിസിയോതെറാപ്പി കോഴ്സ് എടുത്തത്. പിന്നെ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയിട്ടോ. മെഡിസിൻ യൂസ് ചെയ്യാണ്ട് അതേമാതിരി നമുക്ക് ഡോക്ടർ പ്രിഫിക്സ് ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞപ്പോൾ. എന്നിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് നോക്കിയിട്ടാണ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടിരിക്കുമ്പോൾ കുറേ പേർക്ക് ഡൗട്ടുകൾ ഉണ്ടാവും, ഏത് കോഴ്സിന് ചേരും. ചിലവർക്ക് ഫിസിയോതെറാപ്പി കോഴ്സ് മുമ്പ് അറിയാം, അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കോഴ്സിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽഡായിട്ട് അറിയണം, ഡീറ്റെയിൽഡായിട്ടല്ല കുറച്ചൊക്കെ ഇങ്ങനെ അറിയണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫിസിയോതെറാപ്പി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, BPT എന്ന് പറഞ്ഞിട്ടാണ് ആ കോഴ്സിൻ്റെ പേര് വരുന്നത്. പിന്നെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അത് 4.5 ഇയേഴ്സിൻ്റെ കോഴ്സായിരുന്നു. ഇപ്പോൾ അത് 5 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. 4.5 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 4 ഇയേഴ്സ് സ്റ്റഡിയിങ്ങും 6 മന്ത്സ് ഇൻറ്റേൺഷിപ്പുമാണ് വന്നിരുന്നത്. ഇപ്പോൾ അത് ചേഞ്ച് ആക്കിയിട്ട് 4 ഇയേഴ്സ് സ്റ്റഡിയിങ്ങും 1 ഇയർ ഇൻറ്റേൺഷിപ്പും ആക്കിയിട്ടുണ്ട്. പിന്നത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്ന സമയത്തൊന്നും സ്റ്റൈപ്പൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു 1 ഇയർ ഇൻറ്റേൺഷിപ്പിൽ അവർ നമുക്ക് സ്റ്റൈപ്പൻഡും പറയുന്നുണ്ട്. പിന്നത്തെ കാര്യം, ഞാൻ സബ്ജക്റ്റുകൾ എത്ര ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഏതൊക്കെ സബ്ജക്റ്റുകളുള്ളതെന്ന് ഒരു ഫോട്ടോ ആയിട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്ന സബ്ജക്ട്സ് അനാട്ടമി, ഫിസിയോളജി, ബയോമെക്കാനിക്സ്, സോഷ്യോളജി, സൈക്കോളജി, പിന്നെ ബയോകെമിസ്ട്രിയാണ് കേട്ടോ. ഇത്രയും സബ്ജക്റ്റാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് ഇയർ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 നമ്മുടെ ഫിസിയോതെറാപ്പി സബ്ജക്റ്റുകളാണ് വരുന്നത്, എക്സസൈസ് തെറാപ്പിയും ഇലക്ട്രോ തെറാപ്പിയും. പിന്നെ അത് കൂടാണ്ട് മൈക്രോബയോളജി, പാത്തോളജി, പിന്നെ ഫാർമക്കോളജിയും വരുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ഇയർ നമുക്ക് 5 സബ്ജക്റ്റുകളുള്ളൂ. പിന്നെ തേർഡ് ഇയർ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി, മസ്കുലോസ്കെലറ്റൽ ആൻഡ് സ്പോർട്സ് ഫിസിയോതെറാപ്പി ആൻഡ് ക്ലിനിക്കൽ ഓർത്തോപെഡിക്സ്. ഇത്രയും സബ്ജക്റ്റാണ് നമുക്ക് തേർഡ് ഇയറിൽ വരുന്നത്. പിന്നെ നമ്മൾ ഫോർത്ത് ഇയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂറോ ഫിസിയോതെറാപ്പി ഉണ്ട്, ക്ലിനിക്കൽ ന്യൂറോ, കമ്മ്യൂണിറ്റി ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ CBR എന്ന് പറയാം കേട്ടോ, കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ. പിന്നെ റിസർച്ച് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ഇത്രയും സബ്ജക്റ്റാണ് ഫൈനൽ ഇയറിലുള്ളത്. ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റൊക്കെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഉള്ള സബ്ജക്റ്റുകളാണ് കേട്ടോ. ചിലപ്പോൾ ചില ഇയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സബ്ജക്ട്സിൻ്റെ ഓരോ ഓർഡറും കാര്യങ്ങളൊക്കെ. പല പല കോളേജുകളിലും പല രീതിയിലായിരിക്കും. എന്തായാലും ഫസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് ഏകദേശം സെയിം ആയിരിക്കും എന്ന് തോന്നുന്നു. അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് +2 കഴിഞ്ഞിട്ട് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ +2ൽ നമ്മൾ സയൻസ് എടുത്തിരിക്കണം. പിന്നെ നമുക്ക് 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 50% മാർക്ക് ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു ഇത് വന്നിട്ടുണ്ട്, നീറ്റ് കമ്പൽസറി ആണെന്ന്. അത് ചിലപ്പോൾ ചില കോളേജസിൽ ഇപ്പോൾ തൊട്ടേ ചോദിച്ചു തുടങ്ങും, ചിലപ്പോൾ അത് 2027 തൊട്ടേ നിലവിൽ വരുള്ളൂ. എന്നിരുന്നാലും ചില കോളേജുകാർ നീറ്റ് സ്കോറും ചോദിക്കുന്നതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ആ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾ പോണ കോളേജിൽ ചില കോളേജുകാർ അവരുടേതായ എൻട്രൻസ് എക്സാമും നടത്തുന്നുണ്ട്. ഞാൻ പഠിച്ചപ്പോഴൊന്നും അങ്ങനെ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, കോളേജുകാർ നടത്തുന്ന എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കോളേജിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് പുതിയ NCHP കരിക്കുലം ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ചേഞ്ചസുകൾ, അതായത് ഈ വർഷം തൊട്ട് 2026 തൊട്ട് വരുന്ന ചേഞ്ചസുകളുടെ പറ്റിയാണ് കേട്ടോ. ഇപ്പോൾ 5 ഇയേഴ്സ് കോഴ്സാക്കിയതും അതേമാതിരി നീറ്റിൻ്റെ കാര്യം. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ പ്രിഫിക്സ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും ഇവർ ഒരു കൺക്ലൂഷൻ വന്നിട്ടുണ്ട്, നമുക്ക് ഡോക്ടർ പ്രിഫിക്സ് ആഡ് ചെയ്യാം എന്നുള്ളത്. പിന്നെ വീണ്ടും അതിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിനെ പറ്റിയിട്ട്.
നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ അത് പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എന്തായാലും പോയി ജോയിൻ ചെയ്യുക, പഠിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സാണ്. അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്, അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. ഏകദേശം ഒരു MBBS സിലബസ് പോലെ തന്നെയാണ് നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സബ്ജക്റ്റ് വൈസ് ഇയർ വൈസ് സബ്ജക്റ്റുകൾ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച്, മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നോളേജ് ആണ് ഇതിൽ. കാരണം നമ്മുടെ കയ്യിലാണ് പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് പേഷ്യൻറ്റിൻ്റെ റിക്കവറിയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്നും നോക്കണ്ട, ജോയിൻ ചെയ്യുക, നല്ലോണം പഠിക്കുക, സെറ്റാക്കുക. ഞാൻ PPT പഠിച്ച് ഇറങ്ങിയിട്ട് ഇപ്പോൾ ജോലിക്ക് കയറിയല്ലോ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇത് പഠിച്ചിറങ്ങിയിട്ടും ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നും സോഷ്യലി സൊസൈറ്റിയിൽ നിന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ട വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലർക്കും അറിയില്ല എന്താണ് ഫിസിയോതെറാപ്പി എന്ന്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ പറയുകയാണ്, ഇപ്പോൾ എന്താ പഠിക്കണേന്ന് ചോദിക്കുമ്പോൾ ഫിസിയോതെറാപ്പിയാണ് പഠിക്കണേന്ന് പറയുമ്പോൾ ഉഴിച്ചിലാണോ മസാജാണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കണത്. ഒരു മനുഷ്യൻ്റെ ശരീരത്ത് ഈ ഒരു 5 അല്ലെങ്കിൽ 4.5 വർഷം ഉഴിയാനായിട്ട് പഠിക്കാനുള്ളതുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ആയുർവേദത്തിൽ എന്തോ ഫിസിയോതെറാപ്പിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അതൊരു കൈൻഡ് ഓഫ് ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആൾക്കാരിങ്ങനെ ചോദിക്കണത്, നമ്മൾ ഫിസിയോതെറാപ്പി പഠിക്കണേന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കണത്. ഇപ്പോഴും അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരിക്കലും മസാജ് അല്ല, ഇറ്റ്സ് അബൌട്ട് മൂവ്മെൻറ്റ്, പിന്നെ ഒരു പേഴ്സണിൻ്റെ ബാലൻസ്, സ്ട്രെങ്ത്ത്, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ഇപ്പം എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ട് നമുക്ക് റിക്കവറി ചെയ്യാനായിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതാണ് ബേസിക്കലി അതാണ് ഫിസിയോതെറാപ്പി എന്ന് പറയാൻ. ഞാൻ ഡീറ്റെയിൽഡായിട്ട് എന്താണ് ഫിസിയോതെറാപ്പി എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കണില്ല. കോഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഫീൽഡാണ്. പിന്നത്തെ മെയിൻ കാര്യം, ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും അത് പഠിക്കുക. കാരണം മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതല്ലാണ്ട് വേറൊരു കോഴ്സ് ഇല്ല, വേറൊരു ഫീൽഡ് ഇല്ല. ബാക്കി എല്ലാ ഒരു ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. നമ്മളിവിടെ യാതൊരു വക മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ മെഡിസിൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ഇയറിൽ ഫാർമക്കോളജി സബ്ജക്റ്റ് വരുന്നുണ്ട്. നമ്മൾ MBBS പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുവിധം അവരുടെ സിലബസും നമ്മുടെ സിലബസൊക്കെ സെയിമാണ്. പിന്നെ നമ്മുടെ ഫിസിയോതെറാപ്പി സബ്ജക്ട്സുകളാണ് പ്ലസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഞാനതിൽ ഫോട്ടോസായിട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ BPT പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഹോസ്പിറ്റൽസ്, ക്ലിനിക്ക്, സ്വന്തമായിട്ട് ക്ലിനിക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേറെ ക്ലിനിക്കിൽ പോയി നമുക്ക് ജോലി ചെയ്യാവുന്നതാണ്. അതേമാതിരി പീഡിയാട്രിക്സ് തെറാപ്പി സെൻറ്റേഴ്സിൽ പോവാം, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോവാം, ഫിറ്റ്നസ്, അതേമാതിരി തന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഹോം കെയർ സർവീസസ് എടുക്കാം, ഹോം വിസിറ്റുകൾ എടുക്കാം. അങ്ങനെയൊക്കെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ BPT പഠിച്ചു കഴിഞ്ഞാൽ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു BPT പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് MPT എടുക്കാവുന്നതാണ്. MPT എടുക്കുമ്പോൾ കുറേ അധികം സ്പെഷ്യലൈസേഷൻസ് നമുക്കുണ്ട്. ന്യൂറോ, കാർഡിയോ, ഓർത്തോ, ജീറിയാട്രിക്സ്, പീഡിയാട്രിക്സ്, അങ്ങനെ വുമൻസ് ഹെൽത്ത്, അങ്ങനെ ഇഷ്ടം പോലെ ഫീൽഡാണുള്ളത്. നമുക്ക് MPT വരുന്നത് 2 ഇയേഴ്സിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ എടുക്കാം. എനിക്ക് പഠിപ്പിക്കാൻ, ടീച്ചിങ് ഫീൽഡ് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ BPT കഴിഞ്ഞു, ഇനി MPT എടുക്കാം. അത് കഴിഞ്ഞ് എനിക്കൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറോ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് കയറാൻ പറ്റും. അങ്ങനെയും നമുക്ക് ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമുള്ളവർക്കും ഇപ്പോൾ ഫിസിയോതെറാപ്പി പഠിച്ചിട്ട് ആ ഒരു മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്.
പിന്നെ ഡോക്ടർ പ്രിഫിക്സിൻ്റെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര അടിയിടി ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ NCHPയുടെ കരിക്കുലം പറയുന്നത് നമുക്ക് ഡോക്ടർ പ്രിഫിക്സ് ആഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവശ്യമില്ല. നമുക്ക് ഇപ്പം ഞാൻ എടുത്തത് ഡോക്ടർ പ്രിഫിക്സ് എന്നുള്ള ഒരു പേര് വേണം എന്നൊരു ഒരു ടാഗിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫിസിയോതെറാപ്പി കോഴ്സ് പഠിച്ചത്. പക്ഷേ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രൗഡായിട്ട് തോന്നി. എനിക്ക് ഡോക്ടർ എന്ന് പറയണേക്കാൾ ഉപരി എനിക്ക് ഞാനൊരു ഫിസിയോ ആണ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റാണ്, ആ ഒരു ടാഗാണ് ഇപ്പോൾ എനിക്കിഷ്ടം. അത് ആ ഒരു സമയത്ത് ബോധമില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കണം, ബോധമില്ലാത്ത സമയത്ത് എന്നല്ല, ഡോക്ടർ എന്ന് പറയുമ്പോൾ വേറൊരു ഫീലിങ്സാണ്, അത് വേറെ കാര്യം. ബട്ട് എപ്പോൾ പഠിച്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി എന്നെ ഒരാൾ ഡോക്ടർ എന്ന് വിളിക്കണേക്കാൾ കൂടുതൽ എനിക്ക് സ്വയം എന്നെ പരിചയപ്പെടുത്താൻ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പുറത്ത് പോയിട്ട് ഡോക്ടർ ശ്രീലക്ഷ്മി എന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് ഇഷ്ടം എൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താ പഠിച്ചത്, എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ഫിസിയോ ആണ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് പറയാനാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ പറയുമ്പോൾ അതൊരു പ്രൗഡാണ്. അത് ഫിസിയോതെറാപ്പി പഠിച്ചവർക്ക് അത് മനസ്സിലാവുമായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ കാര്യമാണ്, നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാറ്റേഴ്സ്. നമ്മളിപ്പോൾ ജീവിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന ആൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്ന ആൾ ജീവിക്കും, സ്റ്റിൽ ആൾ ജീവിക്കും, ആൾ മരിക്കുന്നത് വരെ ജീവിക്കുമല്ലോ. അതായത് ആളുടെ ആ ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന വരെ ആൾ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ ഹാർട്ട് സ്റ്റോപ്പ് ആവണ വരെ, ആൾ ബ്രീത്ത് ചെയ്യുന്നത് വരെ ആൾ ജീവിച്ചിരിക്കും. പക്ഷെ ആ ജീവിച്ചിരിക്കുന്ന ടൈമിൽ ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാണ്ട് വെറുതെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീൽഡാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. യു ക്യാൻ ചൂസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഫിസിയോതെറാപ്പി കോഴ്സ് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തോളൂ. ഞാൻ പലതും ആവശ്യമില്ലാത്തതായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് കുഴപ്പമില്ല, വീഡിയോ വേണമെന്നുള്ളൊരു കാണുക. പിന്നെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കുക. ഒരാൾ അല്ലെങ്കിൽ വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് ഇതിന് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുക, സെറ്റാവുക. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.